ഡോക്ടറെ എന്താ പറ്റിയേ? എന്ത് പറയാനാടോ. ഇപ്പോഴും ഈ 2025 ആൾക്കാർക്ക് ചിക്കൻ പോക്സിനെ കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകളാണ്. ചിക്കൻ ബോക്സ് വന്നാൽ കുളിക്കാൻ പറ്റുമോ? കുളിക്കുന്നതിൽ തെറ്റില്ല. ഇളം ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒരു പരിധിവരെ നമുക്ക് അതുകൊണ്ട് തടയാം. ഡോക്ടറെ, ഈ വേപ്പിന്റെ ഇലയിൽ കിടന്നാലേ ചിക്കൻ ബോക്സ് മാറൂലേ? വേപ്പിനിലയിൽ കിടന്നാൽ ചൊറിച്ച് കുറയ്ക്കാൻ സഹായമായേക്കാം, അല്ലാതെ വേപ്പിനില പൂർണ്ണമായിട്ടും ചിക്കൻ പോക്സിനെ മാറ്റുന്നില്ല. ചൊറിഞ്ഞാലേ ചിക്കൻ ബോക്സ് പകരൂലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ചൊറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ചലം വേറൊരാളിൽ കോൺടാക്ട് വന്നു കഴിഞ്ഞാൽ അതുവഴി സ്പ്രെഡ് ആവാം. അതേപോലെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ മുറിയാകുകയും ആ മുറി പിന്നീട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കയറിയിട്ട് പാടായിട്ട് നിൽക്കും. ഈ ചിക്കൻ പോക്സ് പകരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ശ്വാസകോശത്തിൽ നിന്ന് വരുന്ന ഡ്രോപ്ലെറ്റ്സ് വഴിയാണ് പകരുക. അപ്പോൾ സമ്പർക്കത്തിലൂടെയാണ് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവുക. അകലം പാലിച്ചു കഴിഞ്ഞാൽ ഇത് സ്പ്രെഡ് ആവുന്നില്ല. സാറേ, അപ്പൊ ഇനി എന്നാ ഭക്ഷണത്തിലൊക്കെ ഉപ്പിട്ടിട്ട് കഴിക്കാൻ പറ്റുക? ഉപ്പും ഈ ചിക്കൻ ബോക്സിൽ ഉണ്ടാകുന്ന ഈ വൈറൽ ഇൻഫെക്ഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഉപ്പ് ഉപയോഗിച്ച് തന്നെ വേണം ഭക്ഷണം കഴിക്കാനായിട്ട്. അമിതമായി ഉപയോഗിക്കുന്ന ഉപ്പും ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും മാത്രം ഒഴിവാക്കുക. അല്ല, ഈ നോൺ വെജ് കഴിച്ചാൽ അസുഖം കൂടുമോ? അങ്ങനെയൊന്നുമില്ല. ചിക്കൻ ബോക്സിൽ ചിക്കനൊക്കെ കഴിക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. ലഘുവായിട്ട് വേവിച്ച് വെച്ച ചിക്കനോ മീനോ ഒക്കെ കഴിക്കുന്നതിൽ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻസ് നമുക്ക് ശരീരത്തിൽ വരുമ്പോൾ പ്രതിരോധം കൂടുകയും ഇൻഫെക്ഷനെ പെട്ടെന്ന് ഫൈറ്റ് ചെയ്ത് നമുക്ക് സുഖമായി കിട്ടുകയും ചെയ്യും.